ഹലോ ഫ്രണ്ട്സ്, എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെയും 35ാമത്തെ വിവാഹ വാർഷികത്തിൻ്റെ ആഘോഷം ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ അവർക്ക് 4 മക്കളാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവർക്ക് കൊടുത്ത ഒരു സർപ്രൈസായിരുന്നു ഇത്, ഈ വിവാഹ വാർഷികം. അപ്പോൾ നമുക്കത് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ടല്ല. നാമത്തിൽ ആമേൻ. പിതാവായ ദൈവമേ, വിവാഹം എന്ന കൂദാശയിൽ ഞങ്ങളുടെ അപ്പച്ചനെ അമ്മച്ചി ഒന്നാക്കി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ രണ്ടല്ലോ ഒന്നാണെന്ന അവബോധം അവരിൽ വളർത്തണമേ. അവർ പരസ്പരം സഹായിച്ചും സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാൻ, പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കാനും അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കണമേ. ഞങ്ങളുടെ ജീവിതാന്തത്തിൽ അങ്ങേ നേരിൽ കണ്ടാനുദിക്കുവാൻ അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെ നാഥായ എന്നേക്കും ആമേൻ. കാരുണ്യവാനായ പിതാവേ, 35 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹത്തിൽ അവരെ ഒന്നിപ്പിക്കുകയും ഇപ്പോൾ വിവാഹ വാർഷികം ആഘോഷിക്കാൻ അവസരം നൽകുകയും ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ശുഭപ്രതീക്ഷയോടെ സന്തോഷത്തോടുകൂടി മധുരഭോജനം ആസ്വദിച്ചുകൊണ്ടും കുടുംബജീവിതത്തിൽ പ്രവേശിച്ച അവർക്ക് ശുഭമുഹൂർത്തം ഇപ്പോൾ അനുസ്മരിക്കുന്നു. അവരുടെ വിവാഹ വേദിയിലേക്ക് ഉയർത്തിയ മാതാപിതാക്കന്മാരെയും ബന്ധുജനങ്ങളെയും വിവാഹം ആശ്രയിച്ച അച്ഛന്മാരെയും ഞങ്ങൾ കൃതജ്ഞാപൂർവ്വം സ്മരിക്കുന്നു. അവരെ ഇന്ന് കർമ്മങ്ങളിൽ സംബന്ധിക്കുന്നവരെ ദയാപൂർവ്വം ആശീർവദിക്കണമേ. സകലത്തിന്റെ നാഥായ എന്നേക്കും കേക്ക് മുറിക്കാൻ പോവാണ്. എല്ലാരും കൈയടിച്ചോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ബർത്ത്ഡേ അല്ല, വെഡിങ് ആനിവേഴ്സറി ആണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. വെച്ചോടുത്തോ. മൂന്നോട്ടം ചോദിക്കണം. ഞാൻ അമ്മമായ അമ്മാമ്മ ഇച്ചിരി കൊടുക്ക്. ഇച്ചിരി ഒരു തുണ്ടെടുത്ത് കൊടുക്ക് രണ്ടാൾക്കും. കൊടുക്ക്. കൊടുത്തോ. കൊടുത്തു. ഞാൻ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തോ. ഗിഫ്റ്റും കൊടുത്തോ. കൈയടിച്ചോ. അടുത്തുണ്ട്. കഴിഞ്ഞു. കൊടുത്തോ. കൊടുത്തോ. ഞാനും പറയാല്ല. കൊടുത്തോ. കൊടുത്താ അതിനച്ചു കൊടുത്തില്ലല്ലോ. മേടിച്ചോ. എടുത്ത് രണ്ടാമത്തെ മോള് വരാണ്. കൊടുക്ക്. കേക്ക് ആനിവേഴ്സറി. അപ്പൊ ചേർന്ന് കൊടുക്കണേ.
കൊടുത്താ ഇനി താഴെയുള്ള ആൾ ആ ഡാനുസ് കൊടുത്തോ ആ കൊടുത്തോ കാണുന്നുണ്ട് ഫ്രിഡ്ജിലോടെ നോക്കാൻ പോവാണ് ഇതപ്പ എന്റെ ചെരുപ്പാണ് കേട്ടോ ചെരുപ്പ് സാരി അതാ വരുന്നിട്ടത് അതുണ്ട് സാരി വണ്ടി കൊണ്ട് എന്റെ വരണുള്ളൂ കേട്ടോ എന്റെ വരണുള്ളൂ എന്റെ ഓർഡർ ചെയ്തിട്ട് വരുന്നോട്ടുള്ളൂ കേട്ടോ നാളെ വരുള്ളൂ മേടിക്കാൻ പോകാൻ പറ്റിയില്ല ഇതാണ് എല്ലാരും കൊടുത്ത ഗിഫ്റ്റ് അതെവിടെയാ എവിടെ വരണുള്ളൂ എവിടെ വരുന്നേ അതിലാണ് എന്റെ ആ ഇത് വേറെ ആളുടെ ഇത് മരുമോളുടെ വക മരുമോളുടെ വക ലൈനിങ് വേണ്ട ലൈനിങ് കൊള്ളാലേ ഇഷ്ടായില്ലേ എല്ലാവർക്കും എന്താ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ട് പറ നല്ല അഭിപ്രായം സന്തോഷായില്ലേ കാശ് സന്തോഷായില്ലേ ഞങ്ങൾക്ക് എല്ലാവരുടെ ശരിക്കും അമ്മ ശരിക്കോ ഓക്കെ ചെല്ലമ്മ ഇതാണ് ഞങ്ങളുടെ അമ്മാമ്മ അവിടെ പോയി നിക്ക് ആ ചിരിക്കൂ ആ കോട്ടയ്ക്ക് ബോസിക്ക് ആ ആ കിട്ടി ഇങ്ങോട്ട് നോക്കും കണ്ണാട വെച്ചിട്ടില്ലല്ലോ അല്ലേ എല്ലാവരും ഫോട്ടോ എടുക്കണം ഡാനുസ് നല്ല ഭംഗിയാണ് അങ്ങനെയിരുന്നോ പേരക്കുട്ടികളാണ് പേരക്കുട്ടികൾ അനങ്ങാണ്ടിരിക്കേ ഫോട്ടോ എടുക്കാൻ പോടെ ജിനു മാറുന്നോ നിങ്ങളൊന്ന് മാറിക്കോ പേരക്കുട്ടികളാണ് പേരക്കുട്ടികൾ ഡാനൂസ് മര്യാദക്ക് നിക്ക് ആ ഒരു കുഴപ്പമില്ല വേണ്ട
സെറ്റായില്ലേ? രണ്ടെണ്ണം ഫോട്ടോ കൂട്ടാ ചിരിച്ചോ? അപ്പൊ ചെങ്കൂട് നോക്കണുണ്ടോ ഒന്ന്? എല്ലാരും എന്റെ പണിക്ക് നോക്കി. ഫുഡിന്റെ തിരക്കിലാണ്, മാറ്റാണ്. ഇനി ഫുഡ് അടിയാണ്. ചിക്കൻ ഉണ്ട്, ബിരിയാണി ഉണ്ട്, സർലാസ് ഉണ്ട്, അത് കൊണ്ടുപോയി. പിന്നെ അച്ചാറുണ്ട്, പൈനാപ്പിൾ ഉണ്ട്. അച്ചാർ ഇവിടെ പോയി. അച്ചാർ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. ഒരാള് പോയി. ഇന്നത്തെ വിഭവങ്ങളാണ്. എല്ലാരും ഫുഡിലാണ്. ഇവിടെ ഇരുന്ന ആസ്വദിച്ചിരുന്ന് തിന്നാ. എടി അതെടുത്തു വെക്കണേ. നല്ല അടിപൊളി കേക്കാണ് പിള്ളേരെ. ചോറിന് കഴിഞ്ഞിട്ട് ഇതായാ മെൽറ്റ് ആയിട്ടില്ല, നല്ല അടിപൊളി കേക്കാണ്. വായിലിട്ട് അപ്പൊ തന്നെ അലിഞ്ഞു പോണ കേക്ക്. എല്ലാവർക്കും കൊടുക്കാണ്. ഇത് ഇവിടത്തെ കുട്ടിപ്പട. എനിക്കിരുന്ന് കഴിച്ചോ? ഇവിടെ ഒരാൾ കഴിക്കുന്നില്ലേ? ആ ഞാൻ പറഞ്ഞതാ പോവരുതട്ടാ. അമ്മ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതല്ല, വേറെ എന്തിലേക്കും പറയും മക്കളെ. ചാലഞ്ച് കൊണ്ട് നടക്കടി. നല്ല ബിരിയാണി ആയിരുന്നു. ഓരോ ബിരിയാണി കഴിക്കുന്നവർക്ക് 100 രൂപ വെച്ച് കൊടുക്കും. ഇത് എന്റെ കെട്ടിയവനാണ്. ഇതാണ് മാമ കിട്ടും. എല്ലാവർക്കും അറിയാം. പുതിയ കാറൊക്കെ വാങ്ങി. അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു. കൈയടിക്കേ ഞങ്ങളുടെ സന്തോഷം. മോണില്ലാത്തൊരു പുതുക്കായിട്ട് ഞങ്ങൾക്ക് കിട്ടും. അത് അടുത്ത പറയാൻ നിർത്തും. സർപ്രൈസ് ആയി. ഇവരാണ് ഇന്നത്തെ താരം. പൊക്കം. എല്ലാം ഇത് ഇതാണ് സൂപ്പർ സാധനം കടിക്കാൻ. ഞങ്ങളെല്ലാരും എടുത്തോളാം. മതത്തിൻ വരുമെന്ന് അമ്മയ്ക്ക് പറഞ്ഞു. ക്ലാരിറ്റി പറയാൻ പറഞ്ഞപ്പോ എന്റെ നമ്മുടെ ഫോണ്